நைஃப் வந்து ஒரிஜினல். அதனால சார் நானே பண்ணுறேன் சார். அப்படி பார்த்தாரு, இப்படி குத்துவேன், அப்படி பிடிப்பார். ജയിലർ അൺലോക്ക് സൂപ്പർ സ്റ്റാർ രജനികാന്ത് അഭിനയിച്ച മെഗാ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം ജയിലറിന് പിന്നിലെ കഥ സബ് ടൈറ്റിലിനോടൊപ്പം നിങ്ങളുടെ സൺ നെക്സ്റ്റിൽ മാത്രം കണ്ടാസ്വദിക്കാം. ഇപ്പോൾ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഹലോ, അതെ, ഞാൻ എത്താറായി. ചേട്ടൻ എവിടെ എത്തി? എവിടെ എത്തിയില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് 2 മണ്ണ് മാന്തി യന്ത്രങ്ങൾ വന്ന് എന്നെ കോരിയെടുത്ത് നിലത്തിട്ടടിച്ചു. എന്തൊക്കെയാ പറയുന്നേ? ആസിഫിന്റെയും ജീവന്റെ അഡ്വക്കേറ്റ് പറഞ്ഞിട്ടാ ഞാൻ ഇത് ഏറ്റെടുത്തത്. നിങ്ങൾക്ക് തരാനുള്ള 2 ലക്ഷം രൂപ എന്റെ കയ്യിലുണ്ട്. അതൊക്കെ എനിക്കറിയാം. തൽക്കാലം ആ കാശ് കൊച്ചിന്റെ കയ്യിൽ തന്നെ വെച്ചോ. ഇന്ന് എന്തായാലും എനിക്ക് വരാൻ പറ്റില്ല. ശരീരം മൊത്തം ഇടിച്ചു നുറുക്കിയ പോലുള്ള വേദന. ഇന്ന് റെസ്റ്റ് ചെയ്തിട്ട് ഞാൻ നാളെ വരാം. ശരിക്കും നിങ്ങൾക്ക് എന്താ പറ്റിയത്? ആരെങ്കിലും ആക്രമിച്ചതാണോ? അതെ, വീട്ടിൽ കയറി ആക്രമിച്ചു എന്റെ വൈഫിന്റെ ബന്ധുക്കള്. എന്നിട്ട് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തില്ലേ? ഏയ്, അതൊന്നും വേണ്ട. അതൊക്കെ വലിയ പുലിവാല. പുലിവാല പിടിക്കാൻ പോകുന്നത് അവരാ. ജയിലിൽ നിന്ന് ജാമ്യം എടുത്ത് വീട്ടിൽ വന്നൊരു റിമാൻഡ് പ്രതിയെ ആക്രമിച്ച് കൊല്ലാൻ ശ്രമിച്ചെന്ന് വിനയം പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുത്താ. നിലവിലെ നിങ്ങൾക്കുള്ള കേസിന് അത് ഗുണം ചെയ്യുള്ളൂ. തന്നെ കൊച്ചിന് നിയമമൊക്കെ അറിയാലോ. ഒന്നുമില്ലെങ്കിലും ഞാനൊരു പോലീസ് ഓഫീസറുടെ മകളല്ലേ. വിനയൻ ഇപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്യണം. ഇങ്ങനൊരു സംഭവം ഉണ്ടായ കാര്യം ഞാൻ ഉടനെ തന്നെ അഡ്വക്കേറ്റിനെ വിളിച്ച് പറയുകയും ചെയ്യാം. ആ ശരി, ഓക്കെ. ഞാൻ സ്റ്റേഷനിൽ പോയി വന്നിട്ട് കൊച്ചിനെ വിളിക്കാം. ആ ഓക്കെ എന്നാ. ശരി. വേണം, പരാതി കൊടുത്തിട്ട് തന്നെ വേറെ കാര്യം. അവന്മാരെ അങ്ങനെ വിട്ടാ പറ്റൂല. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പോവാ. പോലീസിൽ പരാതി കൊടുക്കാനോ? അതൊന്നും വേണ്ട. ആ രഘുവും ദാസാറും വീണ്ടും ഇവിടെ കയറി വരും. അതെ, ഇപ്പൊ തന്നെ നിന്നെ വെറുതെ വിട്ടത് ഞങ്ങൾ കാല് പിടിച്ച് പറഞ്ഞുകൊണ്ടാ. അവരിനി നിങ്ങളുടെ കാല് പിടിക്കാനായിരിക്കും ഇങ്ങോട്ടേക്ക് വരിക. എന്നെ അവർ വീട് കയറി ആക്രമിച്ചതിന് നിങ്ങളാണ് സാക്ഷികള്, അമ്മയും മാമനും. ഞങ്ങൾ അവർക്കെതിരെ സാക്ഷിയൊന്നും പറയാൻ പോകുന്നില്ല. നീ അത് പ്രതീക്ഷിച്ച് പോലീസ് സ്റ്റേഷനിൽ പോകാൻ വേണ്ട. പോകും, ഞാൻ പോയിരിക്കും. എന്റെ വക്കീല് പറയുന്ന പോലെയല്ലേ എനിക്ക് ചെയ്യാൻ പറ്റൂ. പോലീസ് വന്ന് ചോദിക്കുമ്പോ നിങ്ങൾ കണ്ടത് നിങ്ങൾ പറഞ്ഞിരിക്കും. എടാ വിനയ, നിന്നെ വിളിച്ചത് വക്കീലൊന്നും അല്ലല്ലോ, ഏതോ ഒരു പെങ്കൊച്ചല്ലേ? അതെ, പെങ്കൊച്ചാണ്. എന്തേ, പെങ്കൊച്ചിന് വക്കീലായിക്കൂടെ? വക്കീലൊക്കെ ആവാം, പക്ഷെ വക്കീൽ എന്തിനാ നിനക്ക് കാശ് തരുന്നത്? നിന്റെ കേസ് വാദിക്കുന്ന വക്കീലിന് നീ അങ്ങോട്ടല്ലേ കാശ് കൊടുക്കേണ്ടത്? ഞാൻ ഫോണിൽ സംസാരിച്ചതിന്റെ ഒരു ഭാഗമല്ലേ മാമൻ കേട്ടുള്ളൂ. 2 ഭാഗവും കേട്ടാലേ കാര്യങ്ങൾ ക്ലിയർ ആവും. അത് ഞാൻ വന്നിട്ട് ക്ലിയർ ചെയ്ത് തരാം. ആദ്യം ഈ അടിയുടെ വേദന മാറുന്നതിന് മുമ്പ് ഞാൻ ചെന്ന് പരാതി കൊടുക്കട്ടെ. എന്താ ഒളിഞ്ഞു പോകുന്നത്? നിന്റെ മോൻ നേരെയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ലതികെ. അവൻ വീണ്ടും അപകടത്തിലോട്ടാ പോകുന്നത്. അതെ, ചീരുവിന്റെ ബന്ധുക്കളെ വീണ്ടും അവൻ പിണക്കിയ അതവന്റെ നാശം തന്നെ. ദാച്ച എന്താ നിങ്ങൾ ഇത്രയും താമസിച്ചത്? സ്വർണ്ണം എടുക്കാൻ പോയപ്പോ ആ വേണുവല്ലതും പറഞ്ഞു? ഇല്ല ചാ, അയാൾക്ക് എന്റെ മുഖത്ത് നോക്കാൻ ചെറിയൊരു ചമ്മലുണ്ടായിരുന്നു.
അച്ഛാ, മാല. എനിക്കിനി അതിലെ ലോക്കറ്റ് മാത്രം അഴിച്ചു തന്നാ മതി. സ്വർണ്ണമാല മോള് കഴുത്തിലിട്ടാ മതി. വേണ്ട അച്ഛാ, വീട്ടിലിരിക്കുന്ന എനിക്കെന്തിനാ കഴുത്തിലൊരു സ്വർണ്ണമാല? അച്ഛൻ സൂക്ഷിച്ചാ മതി. ഇത് എത്രയും വേഗം അവനെ തിരിച്ചേൽപ്പിച്ചാലേ എനിക്കിനി സമാധാനമുള്ളൂ. ഡിവോഴ്സ് കേസ് ഒന്ന് വേഗത്തിലാക്കാനായിട്ട് അച്ഛൻ വക്കീലിനെ കണ്ടെന്ന് പറ. ആ വിനയൻ ഓരോന്ന് പറഞ്ഞിങ്ങോട്ട് കേറി വരാൻ സാധ്യതയുണ്ട്. അതെ അച്ഛാ, അച്ഛനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതേ അതിന്റെ തുടക്കമാ. ഇനി എന്തൊക്കെ കാണേണ്ടി വരുമാവോ? ആരാ അച്ഛ വിളിക്കുന്നേ? അവരാ വിനയന്റെ അമ്മ ലതിക. അച്ഛാ എടുക്കണ്ട, കട്ട് ചെയ്തേക്ക്. അത് വേണ്ട, പറയാനുള്ളത് പറഞ്ഞ് അവസാനിപ്പിക്കണം. ഇല്ലെങ്കിൽ വീണ്ടും വിളിച്ചോണ്ടിരിക്കും. ഞാൻ സംസാരിക്കണം വേണ്ട അച്ഛാ. മോളെ, വേണ്ട. ഹലോ. ആ മാഷേ, ഞാനാ ലതിക. എന്താ ലതികേ? എന്റെ മാഷേ, രഘുവും ദാസാറും കൂടി ഇവിടെ വന്നിരുന്നു. എന്തിന്? വിനയ മാഷിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞ് അവനെ കൊല്ലാൻ തയ്യാറായിട്ട് അവര് വന്നത്. അവനൊരു ചൂടനാണെന്ന് മാഷിന് അറിയാലോ. ചില നേരത്ത് വായി തോന്നിയത് വിളിച്ചു പറയുന്നല്ലാതെ അവൻ അതുപോലൊന്നും ചെയ്യാൻ പറ്റില്ല മാഷേ. എന്നുവെച്ച് അവന്റെ വായിലിരിക്കുന്നൊക്കെ ഞാൻ കേട്ടോളെന്നാണോ ലതിക പറയുന്നത്? ഇത്രയും കാലം ഞാൻ അവനെ സഹിച്ചതേ എന്റെ മകളെയും അവളുടെ കുഞ്ഞുങ്ങളെ ഓർത്തിട്ട്. അവൾ അവനെ വേണ്ടാന്ന് തീരുമാനിച്ച സ്ഥിതിക്ക് എനിക്കിനി വേറെ ഒന്നും നോക്കാനില്ല. നിങ്ങളുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. എന്നുവെച്ച് നിങ്ങളുടെ ആ മകൻ ഇനിയും എന്റെ കുടുംബത്തോട് കാണിക്കുന്ന കൊള്ളരതായ്മകൾ വെച്ച് പുലർത്താൻ ഇനിയും എനിക്ക് പറ്റില്ല ലതികെ. ആനന്ദം മാഷക്കും മക്കൾക്കെതിരെ ഇനി ആരെങ്കിലും കളിച്ചാ ചോദിക്കാനും പറയാൻ ആളുണ്ടെന്ന് അവൻ മനസ്സിലായിക്കോട്ടെ. ഇല്ല മാഷേ, അവൻ എത്ര കിട്ടിയാലും പഠിക്കില്ല. ഞാനും എന്റെ ഏട്ടനും കൂടി കാല് പിടിച്ച് പറഞ്ഞതുകൊണ്ട് രഘുൻ ദാസാറും അവനെ വെറുതെ വിട്ടത്. പക്ഷേ അവൻ ഇപ്പൊ അവർക്കെതിരെ പരാതി കൊടുക്കാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിരിക്കുക. അവരെ ഇങ്ങോട്ട് അയച്ചതിന് മാഷിനെ ചോദ്യം ചെയ്യാനല്ല ഞാൻ വിളിച്ചത്. വിനയൻ അവന്റെ വക്കീല് പറഞ്ഞിട്ടാ സ്റ്റേഷനിൽ പോയിരിക്കുന്നെന്ന് അറിയിക്കാന്. ദാസാറിനോട് രഘുവിനോടും ഒന്ന് സൂക്ഷിക്കാൻ പറഞ്ഞേക്ക് മാഷെ. നീർക്കോല് കടിച്ചാലും അത്താഴം മുടങ്ങുമെന്നല്ലേ. ശരി ലതികെ, നിങ്ങളുടെ നല്ല മനസ്സിന് നന്ദി. ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം. വെക്കട്ടെ. ശരി ശരി മാഷെ. അച്ഛാ, ആരാ വിനയന്റെ വീട്ടിൽ പോയി ചോദിക്കാൻ പോയത്? രഘുവേട്ടനായിരിക്കും അല്ലേ? രഘു മാത്രമല്ല, ദാസും കൂടെ ഉണ്ടായിരുന്നു. ആര് കൂടെ ഉണ്ടായാലും കേസായ രഘുവേട്ടൻ മാത്രമല്ലേ തൂങ്ങുന്നത്? ആ മനുഷ്യൻ എന്ത് വന്നാലും പഠിക്കില്ല. അച്ഛാ, വിനയനെ അടികൊണ്ട് ആശുപത്രിയിലാണോ? അല്ല, പോലീസിനെ രഘുവേട്ടൻ അന്വേഷിച്ച് ഇങ്ങോട്ട് വരുമോ? ഹേയ്, വിനയനെ അവൻ കാര്യമായിട്ടൊന്നും ചെയ്തില്ല അമ്പിളി. ലതികയും അവളുടെ ചേട്ടനും കൂടി അവരെ കാല് പിടിച്ച് പിന്തിരിപ്പിച്ചു. എന്നിട്ടും അവൻ പോലീസിൽ പരാതി കൊടുക്കാൻ പോയിട്ടുണ്ടെന്ന് അറിയിക്കാനാ ലതിക എന്നെ വിളിച്ചു. ഈശ്വര, മതിയല്ലോ. ഉള്ള ജോലിയും കളഞ്ഞ് രഘുവേട്ടൻ ഇനി പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി നടക്കാൻ ഇത് തന്നെ ധാരാളം. എന്റെ കുഞ്ഞിന്റെ വിധി, അല്ലാതെ എന്ത് പറയാനാ?